സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കായികമേള സംഘടിപ്പിച്ചു. 26 ടീമുകൾ മാറ്റുരച്ച കായികമേള ആലുവ തോട്ടുമുഖത്താണ് നടന്നത്. സംഘടനയുടെ ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനതല കായികമേള സംഘടിപ്പിച്ചത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനതലത്തിൽ കായിക മത്സരം സംഘടിപ്പിച്ചത്. സർക്കിൾ ജില്ലാ തലങ്ങളിലെ 26 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ ടൂർണമെന്റുകളും പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഉൾപ്പെടുത്തി ആലുവ തോട്ടുമുഖം ഗോൾഫ് ടർഫിലായിരുന്നു കായികമേള. മേളയുടെ ഉദ്ഘാടനം ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി ക്യാപ്റ്റനുമായിരുന്ന എം ജേക്കബ് നിർവഹിച്ചു. മധ്യമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ ആർ ആടലരശൻ IFS ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫുട്ബോൾ ടൂർണമെന്റിൽ സെൻട്രൽ സർക്കിൾ ടീം വിജയികളായി. 2ാം സ്ഥാനം ഹൈറേഞ്ച് സർക്കിൾ ടീം കരസ്ഥമാക്കി. ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരനുള്ള പുരസ്കാരം സെൻട്രൽ സർക്കിളിലെ പ്രവീൺ എ നായരും ഏറ്റവും നല്ല ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം കിഴക്കൻ മേഖലയിലെ അഭിഷേക് എയും കരസ്ഥമാക്കി. പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം ഹൈറേഞ്ച് സർക്കിളും 2ാം സ്ഥാനം സദേൺ സർക്കിളും നേടി. ക്രിക്കറ്റ് ടൂർണമെന്റിൽ വയനാട് ജില്ലാ ടീമിനാണ് 1ാം സ്ഥാനം. ബാഡ്മിന്റൺ ടൂർണമെന്റിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള പോൾസൺ സ്റ്റീഫനും അഭിനാഷ് PR അടങ്ങുന്ന ടീം 1ാം സ്ഥാനം നേടി. വിജയികൾക്ക് കൊല്ലത്ത് നടക്കുന്ന 9ാമത് സംസ്ഥാന സമ്മേളന വേദിയിൽ സമ്മാനങ്ങൾ കൈമാറും. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.